വിലാപങ്ങളുടെ പുസ്തകം അധ്യായം 2 വാക്യം 19. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. ഏതൊരു ദേശത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ഭാവി അതിലെ കുഞ്ഞുങ്ങളിലാണ്. ഇത് തിരിച്ചറിയുന്നവർ തങ്ങളുടെ രാജ്യത്തിലെ കുഞ്ഞുങ്ങളെ അതീവ ശ്രദ്ധയോടെ പരിപാലിക്കും. അവർക്ക് നല്ല മാനസിക ശാരീരിക ആരോഗ്യവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. അവർ ജീവിക്കുന്നതും സഞ്ചരിക്കുന്നതും വിദ്യാഭ്യാസം ചെയ്യുന്നതുമായ ഇടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. ഒരു പ്രദേശത്തെ സ്കൂൾ കെട്ടിടം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തകർന്നു വീണാൽ, അതിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ മരിച്ചാൽ ആ ദേശത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോകുമെന്നത് ഒരു ഉദാഹരണമാണ്. ആത്മീയ മേഖലയിലും പിശാച് കുഞ്ഞുങ്ങളെ ലക്ഷ്യമിടുന്നു. മിസ്രയീമിൽ വച്ച് ഇസ്രായേല്യരുടെ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നദിയിലെറിഞ്ഞ് കളയണമെന്ന് ഫറവോൻ കൽപ്പിച്ചത് അവരുടെ ഭാവി ഇല്ലാതാക്കാനാണ്. ഇതിനാൽ തന്നെ ഏതൊരു സഭയുടെ നേതൃത്വം വഹിക്കുന്നവരും അടുത്ത തലമുറയെ വളർത്തിയെടുക്കുകയും അവർ ദൈവകൃപയിലാണെന്ന് ഉറപ്പുവരുത്താൻ നിരന്തരം ശ്രമിക്കുകയും വേണം. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ആത്മീയ വിദ്യാഭ്യാസത്തിനും വചനാധിഷ്ഠിത മാറ്റങ്ങൾ ഉണ്ടാക്കണം. സഭകളിലെ കൂടിവരവുകളും ആത്മീയ വളർച്ചയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങളും കുഞ്ഞുങ്ങളെ മുൻനിർത്തി കൂടെയാവണം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്ന് യേശു കൽപ്പിച്ചതും ഓർക്കുക. യഹൂദ്യ ബാബിലോന്യ ആക്രമണത്തിൽ തകർന്നപ്പോൾ കുഞ്ഞുങ്ങൾ അനാഥരും ഭാവി ഇരുളടഞ്ഞവരും ആയി. ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതായി. അതിന് പരിഹാരമുണ്ടാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ഇരമ്യാവ് തിരിച്ചറിഞ്ഞിട്ട് നൽകുന്ന ദൈവിക ഉപദേശമാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തോട് രാത്രിയും പകലും നിലവിളിക്കുക എന്നത്. തലമുറകളെ ഓർത്ത് ആത്മഭാരത്തോടെ കരയുന്നവർക്ക് ദൈവം ഉറപ്പായും അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും. ഗഡ് ബ്ലസ് യു.